ഇഡിയുടെ തുടർ നീക്കങ്ങൾ ടി വീണയ്ക്കും നിർണായകം. സമൻസ് നൽകി കൊച്ചി ഓഫീസിലേക്ക് വീണയെ വിളിച്ചു വരുത്തിയേക്കും. സിവിൽ നടപടികൾ മാത്രമേ പാടുള്ളൂ എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ടി വീണയ്ക്ക് നിരാശ്വാസം നൽകുന്നതാണ്. എന്നാൽ കാര്യമായ പ്രതികരണത്തിന് CPM നേതൃത്വം ഇപ്പോൾ തയ്യാറായേക്കില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന സിംഗിൾ ബെഞ്ച് വിധി വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത്. ഇഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും കോടതി ആവശ്യം തള്ളിക്കളഞ്ഞത് ടി വീണയ്ക്കും നിർണായകമാണ്. നേരത്തെ എടുത്ത മൊഴിയിൽ വ്യക്തത വരുത്താൻ ടി വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയേക്കും. CMRLുമായി ബന്ധപ്പെട്ട കരാറിന്റെ വിശദാംശങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. എന്ത് സേവനം നൽകിയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ വീണയിൽ നിന്ന് കൃത്യമായി കിട്ടിയിട്ടില്ലെന്നാണ് സൂചന. 2,78 ലക്ഷം രൂപ എന്തിനു നൽകിയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇഡി തേടുന്നത്. ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയും വീണയെ ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ആലോചനയുമുണ്ട്. എന്നാൽ സ്വത്ത് കണ്ടുകെട്ടൽ, സമൻസ് അയച്ച് വിളിപ്പിക്കൽ അടക്കമുള്ള സിവിൽ നടപടികളെ പാടുള്ളൂ എന്ന ഹൈക്കോടതി വിധി വീണയ്ക്കും ആശ്വാസം നൽകുന്നതാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ ഇഡിക്ക് ഈ ഘട്ടത്തിൽ കഴിയില്ല. വീണയ്ക്കെതിരെയാണ് കോടതി നടപടി എന്നതുകൊണ്ട് CPM ഈ വിഷയത്തിൽ ഇപ്പോൾ കാര്യമായ പ്രതികരണത്തിന് തയ്യാറായേക്കില്ല. മീഡിയ 1 തിരുവനന്തപുരം.